അവസാനം സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ മുഷാവറ യോഗം അന്തിമമായി തീരുമാനം പ്രഖ്യാപിച്ചു. സമസ്ത മുന്നോട്ട് വെച്ച, മധ്യസ്ഥന്മാർ മുന്നോട്ട് വെച്ച ഈ വിഷയം പരിഹരിക്കണമെന്ന് സതുദ്ദേശപൂർവ്വം ഇടപെട്ട മുഴുവൻ ആളുകളും അവിടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിരിക്കുന്നു. അവർ പറഞ്ഞ എല്ലാ വ്യവസ്ഥകളും ഇവർ ലംഘിച്ചിരിക്കുന്നു. ആ തീരുമാനങ്ങളെ ലംഘിച്ചുകൊണ്ട് ദാർഢ്യത്തോടുകൂടിയാണ് ഈ വിഭാഗം മുന്നോട്ട് പോകുന്നത് എന്ന് പരസ്യമായി സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ മുഷാവറ യോഗം ചേർന്നുകൊണ്ട് ഈ സമുദായത്തോട് പ്രഖ്യാപിക്കേണ്ടി വന്നു. അത് പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന മഹാൻ വന്നിട്ട് മലപ്പുറത്ത് വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, സമസ്ത കേരള ജംഇയ്യത്തുലമ ശുദ്ധീകരിക്കണം, സമസ്തയുടെ ഡ്രൈവർമാർ മാറണം, സമസ്ത ഒരു യാഥാസ്ഥിക സംഘടനയാണ് എന്ന് പറഞ്ഞ് ഇക്കാലം അത്രയും സമസ്തയും സുന്നി പണ്ഡിതന്മാരെയും മുജാഹിദ് ജമാഅത്ത് ബിദഈ പ്രസ്ഥാനങ്ങളെ വിശേഷിപ്പിച്ചിരുന്ന അതേ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സമസ്തക്കെതിരെ പരസ്യമായി വാർത്താ സമ്മേളനം നടത്തുന്ന കാഴ്ച കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായി സമസ്ത കേരള ജംഇയ്യത്തുലമ ഇദ്ദേഹത്തെ കുറിച്ച് ദീർഘദൃഷ്ടിയോടുകൂടി കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ കാര്യം എല്ലാവർക്കും ബോധ്യമായി. ഇപ്പോൾ എത്തി നിൽക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുലമ ആദരണീയരായ പാണക്കാട് സാദാത്തുക്കൾ, മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കൾ നിരന്തരമായ ചർച്ച നടത്തി, അത് മധ്യസ്ഥ ശ്രമം നടത്തി, എല്ലാം ശാശ്വതമായി പരിഹരിക്കാനുള്ള പാക്കേജ് തയ്യാറാക്കി. പക്ഷേ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ നിരന്തരമായ കുതന്ത്രങ്ങളിലൂടെ ദാർഢ്യത്തോടുകൂടി ധിക്കാരപരമായ സമീപനം നടത്തിയിട്ട് അവർ സ്വതന്ത്രമായി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആര് സ്വതന്ത്ര വിദ്യാഭ്യാസ ഏജൻസികൾ നടത്തിയാലും നമുക്ക് കുഴപ്പമില്ല. ഇന്ത്യ രാജ്യമാണ്. ഈ രാജ്യത്തെ ഏത് പൗരന്മാർക്കും ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാം, നടത്താം. അതൊക്കെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് ആർക്കും എന്ത് സംവിധാനങ്ങളും ചെയ്യാം. പക്ഷേ ഒരു കാര്യം കൃത്യമായി വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പറയുന്നു, ആദരണീയരായ ഉസ്താദുമാരെ സാക്ഷി നിർത്തിയിട്ട് പറയുന്നു, സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പേര് പറഞ്ഞുകൊണ്ട്, സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തുകൊണ്ട് എവിടെയെങ്കിലും സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും വഖഫ് ഭൂമി കയ്യിൽ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് ഏതെങ്കിലും നിലയിൽ അവകാശപ്പെട്ടതാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും തിരിച്ചുപിടിക്കാനുള്ള നിരന്തരമായ പോരാട്ടങ്ങൾക്ക് ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ മുന്നോട്ട് വരുമെന്ന് വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി സൂചിപ്പിക്കുകയാണ്. കാളികാവിൽ സംസാരിക്കുന്നത് കൊണ്ട് ഒരു ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കാം.